കൊല്ലം കോട്ടുകൽ മഞ്ഞിപ്പുഴ ക്ഷേത്രോത്സവത്തിൽ ഗാനമേളയ്ക്കിടെ ഗണഗീതം പാടിയ സംഭവത്തിൽ കർശന നടപടിക്കൊരുങ്ങി ദേവസ്വം ബോർഡ്. ക്ഷേത്ര ഉപദേശക സമിതി പിരിച്ചുവിടുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറിയിച്ചു. ഗണഗീതം പാടിയത് മനഃപൂർവ്വമാണ്. ക്ഷേത്രോപദേശക സമിതികൾ ക്ഷേത്ര ഭരണക്കാരായി മാറുന്നുവെന്നും പ്രശാന്ത് പറഞ്ഞു. മഞ്ഞിപ്പുഴ ക്ഷേത്ര ഉത്സവ ഗാനമേളയ്ക്കിടെയാണ് RSS ഗണഗീതം പാടിയത്. ക്ഷേത്ര ഉപദേശക സമിതി വൈസ് പ്രസിഡന്റ് അഖിൽ ശശി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കടക്കൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അന്വേഷണ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദേവസ്വം ബോർഡ് കൊട്ടാരക്കര അസിസ്റ്റന്റ് കമ്മീഷണർക്കാണ് അന്വേഷണ ചുമതല. ഇത് വൈകിട്ട് ക്ഷേത്രത്തിൽ നടന്ന ഗാനമേളയുടെ ഭാഗമായിട്ട് ദേശഭക്തി ഗാനം പാടി എന്നുള്ളതല്ലാതെ ഇതിലേതെങ്കിലും രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക സംഘടനകളുടെ പാട്ടോ അവരെ ഡൂസ് ചെയ്യുന്ന രീതിയിലുള്ളൊരു പാട്ടോ ഒന്നും ഇവിടെ നടന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഗാനമേള പുറത്തുള്ള ആൾക്കാർ സ്പോൺസർ ചെയ്യുന്നതാണ്. അവരെ നടന്ന 10-15,000 ആൾക്കാർ വന്ന് വീക്ഷിക്കുന്ന പരിപാടിയാണ്. അതിൽ ഇവർ അനാവശ്യ വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തൽപര കക്ഷികൾ ചെയ്തെന്ന് കൂടുതലായിട്ട് ഇതിനകത്തൊന്നുമില്ല. ദേശഭക്തിഗാനമാണ് പാടിയേക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നമോ കൊടിതോരണങ്ങളോ ഒന്നും ഇവിടെ ഈ ക്ഷേത്രത്തിലോ പരിസരത്തോ ഒന്നും ഉണ്ടായിട്ടില്ല. ഗാനമേള സമയത്തും അങ്ങനെ യാതൊരു വിധമായിട്ടുള്ള സംഭവങ്ങളും അതിൽ വന്നിട്ടില്ല. അനാവശ്യ വിവാദം അതിൻ്റെ പിന്നിലെന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല.